So here's your next question and your timer starts now. Okay, time's up. ഏജ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ ഏജ് റിലേറ്റഡ് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന് ഡയറക്റ്റ് ഏജ് ചോദിക്കുന്ന ക്വസ്റ്റനും ഒന്ന് റേഷ്യോ ഓഫ് ഏജ് ചോദിക്കുന്ന ക്വസ്റ്റനും. അപ്പോൾ ഡയറക്റ്റ് ഏജ് ചോദിക്കുന്ന ക്വസ്റ്റൻ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റേഷ്യോ ഓഫ് ഏജ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് സൺ ആൻഡ് ഫാദർ 10 years ഫ്രം നൗ. ദ സം ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഇസ് 52 years. ഇപ്പം അച്ഛൻ്റെയും മകൻ്റെയും പ്രായത്തിൻ്റെ തുക 52 വയസ്സാണ്. 4 വർഷം കഴിയുമ്പോൾ സണ്ണിൻ്റെ ഏജ് വിൽ ബി 1/4 ദ ഏജ് ഓഫ് ഫാദർ എന്ന് പറയുമ്പോൾ തിരിച്ചും പറയാം, അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 ഇരട്ടിയായിരിക്കും. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ ഏജ് ഓഫ് സൺ ആൻഡ് ഫാദർ 10 years ഫ്രം നൗ എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ. 52 വയസ്സാണ് രണ്ട് പേരുടെയും പ്രായത്തിൻ്റെ സം ഇപ്പോൾ അല്ലേ. 52 ആണ് സം എന്ന് പറയുന്നത്. ഓക്കെ, 4 years ഫ്രം നൗ എന്ന് പറയുമ്പോൾ +4 year ഫോർ ദ സൺ ആൻഡ് +4 year ഫോർ ദ father. What is the ratio of age given to you? The ratio of age after 4 years is given to you as 1:4. ഓക്കെ, അപ്പോൾ 52 ആണ് ഇപ്പോൾ പ്രായമുള്ളത്. മകനും 4 വയസ്സ് കൂടി കാണും, അച്ഛനും 4 വയസ്സ് കൂടി കാണും. എന്നിട്ട് ഇപ്പോഴുള്ള അച്ഛൻ്റെയും മകൻ്റെയും സണ്ണിൻ്റെ റേഷ്യോ ആണ് 1, ഫാദറിൻ്റെ റേഷ്യോ 4 ആണ്. സോ നമുക്ക് എന്ത് പറയാം, 52 വയസ്സുണ്ടായിരുന്ന അവരുടെ സമ്മ്, 52 വയസ്സുണ്ടായിരുന്ന അവരുടെ സമ്മിൻ്റെ കൂടെ 4 വയസ്സ് അച്ഛനും കൂടി 4 വയസ്സ് മകനും കൂടി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവണം? 52 പ്ലസ് ഒരു 4 + 4 8 ആയിട്ടുണ്ടാവണം ഇപ്പം എന്ന് പറഞ്ഞത്. ശരിയല്ലേ അല്ലേ? അതായത് ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവണം? 60 ആയിട്ടുണ്ടാവണം അവരുടെ സം എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ റേഷ്യോ 1:4 അല്ലേ അവരുടെ ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 + 4 ടോട്ടൽ 5 യൂണിറ്റ് ആണ് അല്ലേ. ആ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 + 4, 1 സണ്ണിൻ്റെ 4 ഫാദറിൻ്റെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 യൂണിറ്റ്. ഇത് എപ്പോഴുള്ള സമ്മാണ്? ഇത് 4 വർഷം കഴിയുമ്പോഴുള്ള സമ്മാണ് 5 യൂണിറ്റ്. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ അച്ഛനും 4 വയസ്സ് കൂടി മകനും 4 വയസ്സും കൂടി, അല്ലെങ്കിൽ 52 ടോട്ടൽ 8 കൂടി. സോ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം 60 വയസ്സാണെന്ന് പറയാം. അപ്പോൾ 5 യൂണിറ്റ് 60 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 1 യൂണിറ്റ് 12 ആയാൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12:48. 12ഉം 48ഉം ആണ് അച്ഛൻ്റെയും മകൻ്റെയും പ്രായം. 12ഉം 48ഉം ആണ് അച്ഛൻ്റെയും മകൻ്റെയും പ്രായം. എപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട്. 4 വർഷം കഴിയുമ്പോഴാണ് 1:4 ആവുന്ന റേഷ്യോ. അപ്പം ഞാൻ ഈ 12 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് 12ഉം 48ഉം ആണെന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ വയസ്സിൻ്റെ അല്ല, 4 വർഷം കഴിയുമ്പോൾ അച്ഛന് 48 വയസ്സും മകന് 12 വയസ്സും. ഓക്കെ, നമുക്ക് വേണ്ട എന്താ? 10 വർഷം കഴിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇപ്പം പ്രസൻറ്റ് ഏജിൽ നിന്ന് 10 വർഷം. അപ്പോൾ ഓൾറെഡി പ്രസൻറ്റ് ഏജിൽ നിന്ന് നമ്മൾ 4 years അഹെഡ് എത്തി. അപ്പോൾ ഇനി എന്തും കൂടി ചെയ്താൽ മതി? ഒരു 6 years കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, മനസ്സിലാവുന്നില്ലേ? ഒരു 6 years കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവൂടാ? ഓൾറെഡി 4 വർഷം മുമ്പിൽ എത്തിയില്ലേ? അപ്പോഴല്ലേ ഇവിടെ 1:4 എത്തിയേക്കണം. അതാണ് 12ഉം 48ഉം. അപ്പോൾ ഇനി വീണ്ടും 10 പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ 52 പ്രസന്റ് ആയിട്ടുള്ള ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 12നോട് 48നോട് 6 കൂട്ടിയാൽ മതി. അപ്പോൾ വരാൻ പോകുന്നത് ഇവിടെ 18 എന്ന് കിട്ടും, ഇവിടെ 54 എന്ന് കിട്ടും. അപ്പോൾ ശരിക്കും 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പ്രായത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 18:54 ആണ്. എന്ന് വെച്ചാൽ 1:3. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ 45 seconds സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, യുവർ ടൈംസ് അപ്പ്. ആൻസർ കിട്ടിയ ശരിക്കും എന്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ നോക്കിക്കേ. 5,90,828 രൂപയുടെ സാധനം 6,52,920 രൂപയ്ക്ക് വിറ്റു.
എന്താണ് ലാഭ ശതമാനം എന്ന് ചോദിച്ചേക്കണം, അത്രയേ ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈ ഹേൺ? സോ സി പി ഈസ് ഗിവൺ, SP is given, and you are asked to find what is the profit percentage. What a simple question, isn't it? The question is simple, but it is very very calculative, isn't it? ആക്ച്വലി ഇത് തന്നെ ടയർ 2 സംഭവിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാനുണ്ടാവും, പക്ഷെ നമുക്ക് സമയം കിട്ടില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് you have to use the right approach. A person purchased a vehicle for 5,90,828 and sold it for ₹652. ഓക്കെ, കൃത്യമായി നമുക്ക് ചെയ്യേണ്ട രീതി എന്ത് തന്നെയാണ്, എത്രയാണ് ലാഭം കിട്ടിയതെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 6,52,920 രൂപയ്ക്കാണ് അയാൾ സെല് ചെയ്തത്. എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 5,90,828 രൂപയ്ക്കാണ് മേടിച്ചതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അയാൾക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്. 2, ഇവിടെ 11 2 പോയ 9, 8 8 പോയ 0, പിന്നെ ഇവിടെ 2 അങ്ങനെ തന്നെ ഉണ്ടാവും 6. 62,092 രൂപയാണ് ലാഭം കിട്ടിയത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായിരിക്കും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് വിൽ ബി പ്രോഫിറ്റ് ഏൺഡ്. വാട്ട് ഇസ് ദ പ്രോഫിറ്റ് ഏൺഡ്? 62,092 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ്? 5,90,828 ഇൻറ്റു 100 ആണ്. ഇവിടം വരെ നിങ്ങൾ എല്ലാവരും എത്തിയെന്ന് എനിക്കറിയാം, ഇവിടം വരെ എല്ലാവർക്കും കിട്ടും, ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ ഇതിനെ സോൾവ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആക്ച്വലി എങ്ങനെയാണത് കാൽക്കുലേറ്റീവ് ആവുന്നത്, ഇതിനെ സോൾവ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. 62,092 ഡിവൈഡഡ് ബൈ 5,90,828 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമ്മളുടെ നോർമൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെട്ടും. എന്തൊക്കെ നമ്മൾ ഇത് 2 വെച്ച് വെട്ടും, 4 വെച്ച് വെട്ടും. ബിക്കോസ് നമുക്ക് 3/9 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെട്ടുന്ന പരിപാടി മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ 36/44 എന്ന് വന്നു കഴിഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36/44 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ 2 വെച്ച് വെട്ടിക്കളയണം. നമ്മൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിക്കേ. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ് ഈ എഴുതുന്നതിൻ്റെ മീനിങ്? എഴുതുന്നതിൻ്റെ മീനിങ് എന്താ പല ആൾക്കാർ അതുപോലും മനസ്സിലാക്കുന്നില്ല. A/B ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ മീനിങ് എന്താണ്? A/Bയുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലേ. A/B ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? A/Bയുടെ എത്ര ശതമാനമാണ്, A/Bയുടെ എത്ര ശതമാനമാണെന്നുള്ള ഈ ഒരു ചെറിയൊരു കാര്യം, ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. If you have the right approach. 62,92 is what percentage of 5,90,828? അപ്പോൾ 62,092 59,088 എത്ര ശതമാനമാണ്? അപ്പോൾ നോക്കിക്കേ, ഈ 59,028 59,028 ഇതിൻ്റെ 10% എത്രയാ? വാട്ട് ഈസ് ദ 10% ഓഫ് 59,028? പറഞ്ഞേ, 59,028ൻ്റെ 10% എത്രയാ? പറ. 59,082.8 കറക്റ്റ് അല്ലേ? 62,092 ഡിവൈഡ് ബൈ 590,820 എന്ന് പറയുമ്പോൾ അതിൻ്റെ 10%, അതായത് 590,828ൻ്റെ 10% എത്രയാണോ? 59,082.8. അത്ര എന്തായാലും ഉണ്ടല്ലോ ഈ ന്യൂമറേറ്ററിലുള്ള വാല്യൂ. എടാ ഇത് 62,092 എനിക്കിപ്പോൾ എത്രയാണ് കിട്ടിയത്? 59,082. അപ്പോൾ 10% എന്താണെങ്കിലും ഉണ്ടല്ലോ, 10% എന്താണെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇത് രണ്ടും അല്ല എൻ്റെ ആൻസർ. പിന്നെ 10%ൻ്റെ വാല്യൂ കിട്ടി. ഇനി 1% കണ്ടുപിടിക്കുക. 59,028 1% കണ്ടുപിടിക്കുക. മുഴുവനായിട്ട് സോൾവ് ചെയ്യുന്നതല്ല രീതി. അപ്പം എന്താ വരിക? പറ. 59,008 അല്ലേ? 59,008.28 അല്ലേ? 10% 1% കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടണം? 10% അല്ലേ? 10% 1% ആഡ് ചെയ്തുകൂടെ? അപ്പം എത്ര വരിക? 8 8 2 10 8 2 10 11. ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ 9 9, ഇവിടെ 4 6. അപ്പോൾ നോക്കിക്കേ, എടാ 10% 59,082.8. 1% എന്ന് പറഞ്ഞാൽ തന്നെ 59,008.28. ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ എത്രയായി? 64,991. 64,991. പക്ഷെ എനിക്ക് എത്രയേ വേണ്ടു? എനിക്ക് 62,092 മതി. അതായത് 64,991 ഇല്ല. അതായത് ഈ 1% പോലും ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്തിൻ്റെ കൂടെ? 10%ൻ്റെ കൂടെ. 1% പോലും ആഡ് ചെയ്യപ്പെടുന്നില്ല. 10%ൻ്റെ കൂടെ 1% പോലും ആഡ് ചെയ്യപ്പെടുന്നില്ല. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓപ്ഷൻ A is the right answer for this question. I believe you got my point.
Okay, you have to, if you are a real tier 2 aspirant, you have to understand what I said. 62,092 divided by 590,828 into 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62,092 5,90,828 എത്ര ശതമാനമാണെന്നാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ 10% കണ്ടുപിടിക്കുക, യു വിൽ ഗെറ്റ് എ വാല്യൂ. 1% കാണുക, ഇനി 5% കണ്ടുപിടിക്കണോ, 0.1 കണ്ടുപിടിക്കണോ, 0.5 കണ്ടുപിടിക്കണോ, അത് കണ്ടുപിടിക്കൂ. അല്ലാതെ മുകളിലും താഴെ വെട്ടി കളയാൻ നമുക്ക് സമയം ഇല്ല. Okay, your 45 seconds starts now. ഇതിനൊക്കെ നിങ്ങൾക്ക് 5 സെക്കൻഡ് എന്നാൽ പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് 45 സെക്കൻഡ് എന്നാൽ പിന്നെ നമ്മൾ ഈ പഠിക്കണതിന് എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ നിങ്ങൾ 45 സെക്കൻഡിലെ ഉത്തരം, 45 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരം 45 സെക്കൻഡ് തന്നെ കണ്ടുപിടിക്കണില്ലല്ലോ. അങ്ങനെയാണോ? അല്ല, 45 സെക്കൻഡ് മാക്സിമം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദ റേഷ്യോ ഓഫ് ടേബിൾസ് ആൻഡ് ചെയർസ് ഇൻ എ റൂം ഇസ് 7:9. ഇഫ് ദർ ആർ 560 ടേബിൾസ് ആൻഡ് ചെയർസ്, ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് ചെയർ. റേഷ്യോ 5 is ഫസ്റ്റ് തന്നെ നോക്കേണ്ട 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 9ന്റെ മൾട്ടിപ്പിൾ ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതോ 6 4 10 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 5 3 8 1 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 9ന്റെ മൾട്ടിപ്പിൾ. ദിസ് ഈസ് യുവർ ആൻസർ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. 9ന്റെ മൾട്ടിപ്പിൾ അല്ലാണ്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ടൈമർ സ്റ്റാർട്ട്സ് നൗ. Time's up. Okay. ഇത് 10 സെക്കൻഡിൽ ആൻസർ പറയേണ്ട ക്വസ്റ്റനാണ്. എ ഷോപ്പ് കീപ്പർ ഏൺസ് എ certain percent ഓഫ് പ്രോഫിറ്റ് ആസ് വെൽ ആസ് ലോസ് ബൈ സെല്ലിംഗ് 2 സിമിലർ പീസസ്. രണ്ട് സിമിലർ പീസസ്, ഒരു പ്രോഡക്റ്റിനെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഒന്നിൽ അയാൾ മേടിച്ചുണ്ടാക്കിയ അതേ പ്രോഫിറ്റ് തന്നെയാണ് മറ്റേതിലുണ്ടാക്കിയ ലോസ് എന്ന് പറയുന്ന കേസിൽ നമുക്കറിയാം. ഡയറക്റ്റ് CP നമുക്ക് പറയാൻ പറ്റും. ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂൻ്റെ സം എടുത്തിട്ട്, അല്ലേ, തന്നിരിക്കുന്ന രണ്ട് വാല്യൂൻ്റെ സം എടുത്തിട്ട് ഹാഫ് ആണ് വേണ്ടത് അതിൻ്റെ, അല്ലേ, അതിൻ്റെ ഹാഫ് കാണുകയാണ് വേണ്ടത്, അല്ലേ? അറിയണ കാര്യമാണ്. എന്ന് വെച്ചാൽ 18,000-ൻ്റെയും 10,000-ൻ്റെയും സം എടുക്കുക. 28,000 പകുതി എത്രയാ? 14,000. അപ്പോൾ അതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ്, അല്ലേ, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,000. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ഇറ്റ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 50% എന്ന് പറയുമ്പോൾ 14,000-ൻ്റെ 3/2. 14,000-ൻ്റെ 3/2 എന്ന് പറയുമ്പോൾ 21,000. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ക്ലിയർ ആയാലും 21,000 ക്വസ്റ്റ്യൻ ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ഹിയേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 45 seconds. (83 1/3%) ഫ്രാക്ഷൻ അറിയണം. Percentage to fraction conversion, the most important thing an aspirant must know. Okay, your time's up. So what is 83 1/3%? 83 1/3% fraction എന്താ? Yes, 5/6. എത്ര പേര് പറഞ്ഞു 5/6 എന്ന്? In a class 83 1/3% of the number of, again tier 2 question, are girls and the rest are boys എന്ന് പറയുമ്പോൾ 5 out of 6 എന്ന് പറയുമ്പോൾ let us take 600 to be the number. Let us take 600 to the total number of students. അതിൽ 500 പേര് 5/6 are girls and the rest are boys എന്ന് പറയുമ്പോൾ there are only 100 boys in the class. Okay. ശരി, ഇനി എന്താ പറയുന്നത്? 60% ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് 80% ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ആർ പ്രസന്റ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് സ്റ്റുഡൻസ് അവിടെ ആബ്സെന്റ് ആണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ 60% ആൾക്കാർ അവിടെ പ്രസന്റ് ആണെങ്കിൽ 40% ആൾക്കാർ അവിടെ ആബ്സെന്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ
500-ന്റെ 40%. തെറ്റിപ്പോയി, മാറിപ്പോയി. ഓക്കെ, എന്താണ് ഇവിടെ ബോയ്സ് ഗേൾസിൻ്റെ 20%. ഗേൾസിൻ്റെ 80% പ്രസൻ്റ് ആണ്. അപ്പോൾ ഗേൾസിൻ്റെ 20% ആബ്സെൻ്റ് ആണ്. ഇവിടെ ബോയ്സിൻ്റെ കേസിൽ 60% പ്രസൻ്റ് ആണെങ്കിൽ 40% ആബ്സെൻ്റ് ആണ്. സോ കൃത്യമായിട്ട് 500-ന്റെ 10%, 50, 20%, 100. ഇവിടെ 100-ന്റെ 40% 40. അപ്പോൾ ടോട്ടൽ നമുക്ക് പറയാം, 100 + 40 140 upon ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഈസ് ആബ്സെൻ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ 600 അല്ലേ. 140 പേര് ആബ്സെൻ്റ്, 600 വെട്ടിക്കളയാലോ. ഇത്ര വെട്ടിക്കളയുമ്പോൾ വരാൻ പോകുന്നത് യെസ് പറ 70/3. 70/3%. 70/3% എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 70 വരണം. 70 വരുന്ന ഏതാ? 3 × 23 69 + 1. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയേഴ്സ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. 45 seconds. Okay, your time's up. Last option 9% decrease ആണ് കേട്ടോ, കാണാലോ. ഓക്കെ, അഗെയിൻ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് 3 നമ്പർ വാല്യൂസ് അല്ലേ. സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ആദ്യം ഒരു 16% ഇൻക്രീസ്, പിന്നെ വീണ്ടും ഒരു 14% ഇൻക്രീസ്, പിന്നെ കിട്ടിയ നമ്പറിന് ഒരു 30% ഡിക്രീസ്. വാട്ട് ഇസ് എ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈദർ യു ക്യാൻ യൂസ് A + B + C + AB + BC + AC / 100 + ABC / 10,000 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം സക്സസീവ് ചേഞ്ചിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ലെറ്റ് ദ നമ്പർ ബി 100. സോ 100 ഇൻറ്റു ആദ്യം 16% കൂടി എന്ന് പറയുമ്പോൾ 116/100. പിന്നെ 14% കൂടി എന്ന് പറയുമ്പോൾ 114/100. പിന്നെ 30% ഡിക്രീസ് എന്ന് പറയുമ്പോൾ 70/100. ഓക്കെ, അപ്പം സംഭവിക്കും ഇത് രണ്ടും വെട്ടിക്കളയാം. പിന്നെന്താ ഉള്ളത്? 116 ഇൻറ്റു 114 ഇൻറ്റു 70 / 10,000. ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ വാല്യൂ പല രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ 116 × 114 ചെയ്യാം, ഒന്നുകിൽ 116 × 114 ചെയ്യാം, അല്ലെങ്കിൽ 114-ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 114-ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? 114-ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് 114 അല്ലേ. അപ്പോൾ 114 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് 114-ന്റെ സ്ക്വയർ. പ്ലസ് ഒരു 2 114 ആഡ് ചെയ്യുക, അതായത് 228-നെ ആഡ് ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താ വരിക? 114-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പം പറ 12,996 പ്ലസ് 228 അല്ലേ. 228 അല്ലേ. 12,996 പ്ലസ് 228 എന്താണ്? 12,996 പ്ലസ് 228. എത്ര ആഡ് ചെയ്യുമ്പോൾ വരിക? 8 6 14, 9 1 12 12, 9 1 12 12, 13,224 എന്ന് കിട്ടും അല്ലേ. ഇതിന് എന്ത് ചെയ്യുക? ഇതിന് ഇൻറ്റു 7 ചെയ്യാം. അപ്പോൾ തന്നെ വരിക 7 4 28, 2 ക്യാരി 14 2 16, 1 ക്യാരി 15, 1 ക്യാരി 22-ന്റെ 2 ക്യാരി 92 5 6 8. That means what? That means now the value is 92.568. 92.568 ആണ്. 92.568 ആണ് വാല്യൂ. ഇപ്പം അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 92.568 ആണ്. അപ്പം 92.568 ആണ് ഇപ്പോഴത്തെ വാല്യൂ എങ്കിൽ 92.568 ആണ് ഇപ്പോഴത്തെ വാല്യൂ എങ്കിൽ ഉറപ്പായിട്ടും ഡിക്രീസ് അല്ലേ സംഭവിച്ചേ? നോ ഇൻക്രീസ് നോ ഡിക്രീസ്, ഇത് തെറ്റ്. 9% ഇൻക്രീസ് ഉള്ള വാല്യൂ എന്താണെങ്കിലും തെറ്റ്. 7% ഡിക്രീസ് ആണോ 9% ഡിക്രീസ് ആണോ? 92.568 ആണ് സംഭവിച്ചേക്കണം. 92 പോയിന്റ് സംതിങ്. സോ ക്ലിയർ ആയിട്ട് പറയാം 7% ഡിക്രീസ് ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. സോ ദിസ് ഇസ് വൺ വേ. ഓർ യു ക്യാൻ യൂസ് A + B + C + ABC by ആ ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹിയേഴ്സ് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഒക്കെ ടയർ 2 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 ബ്രാക്കറ്റിൽ ഡേറ്റ് എഴുതിയേക്കണതേ 2019 CGL ടയർ 2 നടന്ന ദിവസമാണ് കേട്ടോ. നമുക്കറിയാം ലേറ്റ് ആയിട്ട് നടന്നത്, 2020 നടന്നത്. സോൾവ് ഇറ്റ്. 45 seconds. Okay, your time is up. In a school, okay, ratio ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റൻ. ഇൻ എ സ്കൂൾ 3/8 ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ് ആൻഡ് ദ റെസ്റ്റ് ആർ ബോയ്സ്. 8ൽ 3 പേര് ഗേൾസ് ആണ്, ബാക്കിയുള്ളത് ബോയ്സ് ആണ്. 1/3 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 10 years ആൻഡ് 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ആർ ഓൾസോ ബിലോ 10 years. ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഏജ് 10 or more, അതാണ് തന്നേക്കണ വാല്യൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തന്നിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തന്നിട്ടുള്ളത് എന്താണ്? 10 years അല്ലെങ്കിൽ മോർ, 10 or more ഉള്ളതാണ് തന്നേക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം അത് തന്നെയാണ് കേട്ടോ. നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ സ്കൂൾസ്. അപ്പോൾ 3/8 ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന് 8 ആയിട്ട് എടുക്കാം. അപ്പോൾ 3 ഗേൾസും 5 ബോയ്സും. പക്ഷേ പിന്നീട് 1/3 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ നമ്മളെ 3 ഗേൾസിനെയും 5 ബോയ്സും ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ 1/3 കാണാൻ പറയുന്നുണ്ട്. എന്തിൻ്റെ 1/3? ബോയ്സിൻ്റെ 1/3 കാണാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 ആയിട്ട് എടുക്കേണ്ട ടോട്ടലിനെ. ടോട്ടലേ 3/8 അല്ലേ, 8 ആയിട്ട് എടുക്കേണ്ട. 8ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് എടുക്കാം. അസ്യൂം ചെയ്യാണ് ലെറ്റ് ദെയർ ബി 24. എന്തുകൊണ്ടാണ് ഞാൻ 24 എടുക്കാൻ കാരണം? 3/8 3ഉം 5ഉം കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ 5ൻ്റെ 1/3 കാണാൻ പറയുന്നുണ്ട്, 1/3. അപ്പോൾ 3യുടെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ അതാണ് എളുപ്പം. അപ്പോൾ 24ൻ്റെ 3/8 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 24ൻ്റെ 3/8 എന്ന് പറയുമ്പോൾ 8 3s are 24, 3 3s are 9. അപ്പോൾ 9 ഗേൾസ് ഉണ്ട് അവിടെ, ബാക്കി 15 ബോയ്സ് ആണുള്ളത്. 9 ഗേൾസ് ഉണ്ട് അവിടെ, 15 ബോയ്സ് ആണുള്ളത്. 1/3 ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 10 years ഓഫ് ഏജ്. ബോയ്സിൻ്റെ 1/3 ബിലോ 10 years ആണെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് എബൌ 10 years. അപ്പോൾ ബിലോ 10 years ഉള്ള ആൾക്കാർ വേണ്ട. അപ്പോൾ അതിൻ്റെ 1/3 കാണുന്നതിന് പകരം ഡയറക്റ്റ് അതിൻ്റെ 2/3 കാണാം. അപ്പോൾ എത്രയാണ് വരാൻ പോകുന്നത്? നമുക്ക് കിട്ടും 10 ബോയ്സ് എബൌ 10 years ഓഫ് ഏജ് ആണ്. പിന്നെയോ 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ആർ ഓൾസോ ബിലോ 10 years ഓഫ് ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ 2/3 കാണണ്ട, നമുക്ക് അതിൻ്റെ 1/3 കാണാം. അപ്പോൾ എത്രയാണ് വരാൻ പോകുന്നത്? 3 ഗേൾസ് ആർ എബൌ 10 years ഓഫ് ഏജ്, 10 ബോയ്സ് ആർ എബൌ 10 years ഓഫ് ഏജ്. ആ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 260 ആണ്. സോ ക്ലിയർലി 13 യൂണിറ്റ് ആണ് 260. 13 യൂണിറ്റ് 260. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 20. കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ സ്കൂൾ 15. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 15 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 300. ഓക്കെ, ദാറ്റ് ഇസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പറയാം. ഇവിടെ 15 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്ത് നമ്മൾ ചെയ്തതുകൊണ്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ ഫ്രാക്ഷൻ വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ വേണമെങ്കിൽ ആ 15ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്ന് പറയാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 15ൻ്റെ മൾട്ടിപ്പിൾ ഒരെണ്ണേ ഉള്ളൂ. എപ്പോഴും അത് പറയാൻ പറ്റുമോ? എപ്പോഴും പറയാൻ പറ്റും, പക്ഷേ എപ്പോഴും പറയാൻ പറ്റും. പക്ഷേ പറയുമ്പോൾ വേറെയും കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ശരി.